ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഷെയ്ഡ് കൂടിയതുപോലെയും ഹൈഡ്രേഷൻ കിട്ടിയതുപോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഗാർണിയർ വൈറ്റമിൻ സി സെറം ക്രീമിനെ കുറിച്ചാണ്. അപ്പൊ ഈ ക്രീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഗാർണിയറിന്റെ ബ്രൈറ്റ് കംപ്ലീറ്റ് വൈറ്റമിൻ സി സെറം ക്രീം. SPF കണ്ടന്റ് അടങ്ങിയതാണ് നമ്മുടെ ഈ ഗാർണിയറിന്റെ ക്രീം എന്ന് പറയുന്നത്. നമുക്കിനി ഇതിന്റെ പാക്കേജിങ്ങിലേക്ക് കടക്കാം. ഇതൊരു 23 ഗ്രാമിന്റെ ബോട്ടിലാണ്. മുഖത്തിന് നല്ല ബ്രൈറ്റ്നസ് തരാൻ, പിന്നെ ഡാർക്ക് സ്പോട്സ്, നമ്മുടെ ഈ മുഖക്കുരുവൊക്കെ വന്ന പാടുകൾ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഗാർണിയറിന്റെ വൈറ്റമിൻ സി സെറം ക്രീം യൂസ് ചെയ്യുന്നത്. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ക്രീം യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. UV ആൻഡ് UVB പ്രൊട്ടക്ഷൻ ഉള്ളതാണ് നമ്മുടെ ഈ ക്രീം എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഉണ്ടല്ലോ, അത് സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ മുഖത്ത് സൂര്യപ്രകാശം സൺലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ കുത്തു വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പിന്നെ സൺടാനൊക്കെ അടിച്ചിട്ട് ഒരു ഷെയ്ഡൊക്കെ ഇങ്ങനെ മങ്ങിയതുപോലെ ഇരിക്കുമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഷെയ്ഡൊക്കെ മാറ്റിയിട്ട് സ്കിന്നിന് കുറച്ചും കൂടി ബ്രൈറ്റ്നസ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോർമുല ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണിലോട്ടൊക്കെ ആവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇനി കണ്ണിലോട്ടൊക്കെ നിങ്ങൾ ആവാതെ സൂക്ഷിക്കുക. ആയാൽ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിക്കളയുക. നമ്മുടെ ഈ ഗാർണിയറിന്റെ വൈറ്റമിൻ സി സെറം ക്രീം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് കിട്ടും എന്നാണ് ഈ കമ്പനി പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും റിസൾട്ട് എന്ന് പറയുന്നത് ഓരോ സ്കിൻ ടൈപ്പിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകുന്നുണ്ട്. 109 രൂപയാണ് നമ്മുടെ ഗാർണിയറിന്റെ വൈറ്റമിൻ സി സെറം ക്രീമിന്റെ വില വരുന്നത്. നമ്മുടെ മാർക്കറ്റിലും ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഈ റേറ്റിനും ഇതിലും കുറഞ്ഞ റേറ്റിനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടി ക്യൂട്ട് പാക്കേജിംഗ് ആണ് വരുന്നത്. പിന്നെ നല്ല കണ്ടെയ്നർ ആട്ടോ ഇത്. കൂടാതെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നമ്മുടെ ഗാർണിയറിന്റെ വൈറ്റമിൻ സി സെറം ക്രീം എന്ന് പറയുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ മുഖമൊക്കെ കഴുകുമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ്. ആ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാൻ ശേഷം ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഗാർണിയറിന്റെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന്റെ സ്മെൽ എന്ന് പറയുന്നത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആട്ടോ, അതായത് ഒരു നേച്ചർ ഫ്രാഗ്രൻസ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ. വളരെ കുറച്ചെടുത്താൽ മതി. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രം എടുത്ത് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മാത്രം കൂട്ടി കൊണ്ടുവരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് കുറച്ചൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതായത് ഇങ്ങനെയാണ് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരു ക്രീം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകിക്കളയാം കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ ഈ സ്കിന്നിന്റെ അവിടെ എന്തെങ്കിലും പാടോ കുരുക്കളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ചിലർക്ക് ഈ ബേണിംഗ് സെൻസേഷൻ, ഇങ്ങനെ ഒരു പൊള്ളണ പോലത്തേക്ക് ഒരു ഫീലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ചേരത്തില്ല എന്നാണ് അതിനർത്ഥം. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതായത് ഇങ്ങനെ തുടച്ചു കഴിയുമ്പോൾ കണ്ടോ ഈ ഒരു 2 സ്കിന്നിന്റെ ഡിഫറൻസ് കണ്ടോ ഷെയ്ഡ് കൂടിയൊക്കെ ഉണ്ടോ. നമ്മുടെ ഈ ക്രീം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഷെയ്ഡ് കൂടോട്ടോ നമ്മുടെ സ്കിന്നിന്റെ. അപ്പൊ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഹൈഡ്രേഷൻ വരുന്നത്. ഓയിലി ആൻഡ് നോർമൽ സ്കിന്നുകാർക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഷെയ്ഡ് കൂടിയതുപോലെയും ഹൈഡ്രേഷൻ കിട്ടിയതുപോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ ഡ്രൈ സ്കിന്നുകാരുടെ കാര്യമാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മോയ്സ്ചറൈസിങ് കണ്ടന്റ് അടങ്ങിയ ക്രീം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്നിരുന്നാൽ പോലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വൈറ്റമിൻ സി സെറം ക്രീം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ഹൈഡ്രേഷൻ കുറച്ചും കൂടി ഒരു ഷെയ്ഡ് കൂടിയതുപോലെ തോന്നുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള പ്രധാന കണ്ടന്റ് തന്നെയാണ്. അതായത് ഇതിലെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് യുസു ലെമൺ എന്ന് പറയുന്നതാണ്. അതായത് യുസു ലെമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെമൺ ഉണ്ടല്ലോ അതുപോലെയും നമ്മുടെ ഈ ഓറഞ്ച് ഒക്കെ പോലെയുള്ള ഒരു ഫ്രൂട്ട് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി കണ്ടന്റ് നമ്മുടെ സ്കിന്നിന് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും അതുവഴി സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് തരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഏത് ടൈമിൽ ഈ ക്രീം ഉപയോഗിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ടൈമിൽ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നൈറ്റ് ടൈമിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മോയ്സ്ചറൈസർ ഹൈഡ്രേഷൻ കണ്ടന്റ് അടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തുകൊണ്ട് ഈ ക്രീം മോർണിംഗ് അപ്ലൈ ചെയ്താൽ മതി നൈറ്റ് അപ്ലൈ ചെയ്യേണ്ട എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. നൈറ്റ് ടൈമിൽ നമ്മുടെ സ്കിന്നിന് കുറച്ച് ഹൈഡ്രേഷനും മോയ്സ്ചറൈസിങ് കണ്ടന്റ് ഒക്കെ കൂടിയ ക്രീമുകളാണ് ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്രീം രാത്രി അപ്ലൈ ചെയ്യേണ്ടെന്ന് പറയുന്നത്.
ഇനി ആർക്കെങ്കിലും രാത്രി അപ്ലൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മുഖത്ത് കുറച്ചും കൂടി നിറം വെക്കണം, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കണം. പിന്നെ ഈ സൺ ടാൻ അടിച്ചിട്ടുള്ള ആ ഒരു കുത്തുകുത്തുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറ്റിയെടുക്കണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു ചോയ്സും കൂടി ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഗാർണിയറിന്റെ വൈറ്റമിൻ സി സെറം ക്രീം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഗാർണിയർ വൈറ്റമിൻ സി സെറം ക്രീമിന്റെ കാര്യങ്ങൾ. അപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്ന് അറിയത്തില്ല, എന്നിരുന്നാൽ പോലും പാച്ച് ടെസ്റ്റ് എടുത്തിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ് ബൈ, ടേക്ക് കെയർ.